ജന്മഭൂമിയുടെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് ഞാനും ശ്രീകരണമാരൊക്കെ പല വേദികളിലും സംസാരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ കുട്ടികളെ മാത്രം അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾ ഓരോരുത്തർക്കും എനിക്കുൾപ്പെടെ ഇതിന്റെ ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നേരത്തെ മാനവത്താർ പറഞ്ഞതുപോലെ പണ്ട് വീടുകളിൽ നിലനിർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് സ്വർഗവും നരകവും പറഞ്ഞു തരുമായിരുന്നു അല്ലേ? ആ നരകത്തേക്ക് പോകാൻ എല്ലാം ഭാഗ്യം വല്ലാണ്ട് പേടിച്ചിരുന്നു. ഇന്ന് 6:30 വിളക്ക് വെപ്പിക്കുന്നതിന് പകരം അമ്മമാരെ സീരിയൽ തുടങ്ങാനായതിനു വേണ്ടി വാച്ച് നോക്കി നിൽക്കുന്ന ഒരു സമയത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ യുവത്വ മഹത്വം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ അത് ഇന്നുണ്ടോ? അതിന് 8ഉം 9ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നു. ഈ അടുത്ത നാളുകൾക്ക് മുമ്പ് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സഹോദരങ്ങൾ ഞങ്ങൾ 7 പേരാണ്. 4 പേര് ഒരു മുറിയിലും മറ്റു 3 പേര് ഒരു മുറിയിൽ ഒഴിഞ്ഞിരുന്നു. മട്ടുപ്പാവം വന്നപ്പോ രണ്ടാമത്തെ നിലയിൽ 11 വയസ്സുള്ള ഒരു പയ്യൻ ലഹരിക്ക് അടിമയായിട്ട് 8 വയസ്സുള്ള അനിയത്തിക്ക് ലഹരി കൊടുക്കുന്നു എന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ സത്യം പറഞ്ഞത് ആ പേരൻസിനെയാണ് നമ്മൾ കുറ്റപ്പെട്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മുതിർന്നവർക്കാണ് നമ്മൾ കുറ്റപ്പെട്ടത്. യുവത്വം നഷ്ടപ്പെട്ടാൽ ആ രാജ്യം നശിക്കും. അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ള ആരോഗ്യം ഉണ്ടാവില്ല, സമ്പദ് വ്യവസ്ഥ നശിക്കും. നമുക്കറിയാം സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ടൂറിസം പോലും ആരും പോകുന്നില്ല. എന്നൊക്കെ ചെന്നാൽ പിടിച്ചു പറിക്കും കൊന്നുകളയും. ഇവിടെയും ഏകദേശം അതായി അടുത്ത കാലത്ത് ഒരച്ഛൻ 11-ായിരുന്ന കുറ്റം പറഞ്ഞപ്പോൾ കൂട്ടുകാരെ കൊണ്ട് അച്ഛനെ അടിപ്പിച്ചു. നമ്മൾ കണ്ടല്ലോ വീഡിയോയിലൊക്കെ ഉണ്ടല്ലേ? എന്തൊരു വേദനാജനകമാണ് അച്ഛൻ്റെ. അതിന്റെ പക്ഷെ ഉത്തരവാദിത്വം അച്ഛൻ കൂടെയാണ്. കൽപ്പിൽ നിന്ന് സമ്പാദിച്ച് ചോദിക്കുന്നതിന് അയച്ചു കൊടുക്കുന്നത്. എന്റെ അടുത്ത ഒരു സുഹൃത്ത്, അവന്റെ വേണ്ടപ്പെട്ട ഒരാള് ഡി അഡിക്ഷൻ സെന്ററിലാണ്. ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഏറ്റവും സൗകര്യം അതിന്റെ അടുത്തെല്ലാം കിട്ടുന്നു. നാളെ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കും ഭരണകൂടത്തിനും ഇതിനു മുമ്പുള്ളവർക്കും ഈ ഭരിക്കാൻ പോകുന്നവർക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പുരാണങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കുക. ഒപ്പം അതുകൊണ്ട് പറയുക നല്ല കൂട്ടുകെട്ട്. 1991 കിരീടം എന്ന ചിത്രത്തിന് ശേഷം ദിനേശ് പണിക്കർ ചെത്തുവിളിക്കണം ധനകാരി എന്ന ചിത്രത്തിന് വേണ്ടി മലയാളത്തിലെ ആദ്യത്തെ സിനിമാകൃത്തുക്കളായിട്ട് ഇരട്ടകാർ രാജൻ കിരീടത്തിൽ വിനോദത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ 45 സിനിമ ചെയ്തിട്ടും എന്റെ ലഹരി സിനിമ തന്നെയാണ്. ഇതൊരു ചീത്തപ്പേര് ഉണ്ടാക്കിയിട്ടുള്ളത് അഭിമാനപൂർവ്വം പറയുകയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും നന്നായിരിക്കണം ഈശ്വര എന്നുള്ള പ്രാർത്ഥനയല്ലാതെ. പക്ഷെ ഇന്ന് ഇവിടെ കുട്ടി സിനിമ ശ്രീലേഖമാധവൻ സിനിമ ലഹരിയെ കുറിച്ച് പറഞ്ഞു. 1500 കോടി രൂപയുടെ ലഹരി വിറ്റ ഒരു സ്ത്രീയെ പിടിച്ചപ്പോൾ അതിൽ 2 പേര് സിനിമാ താരമെന്ന് പറഞ്ഞതിൽ ഞാൻ തലതാണ്. പക്ഷെ അത് സത്യമാണ്, ഒരു കേട്ടറിവാണ്. അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്കൊന്ന് പറയാം, ജന്മഭൂമിയിലെ ദൗത്യം നമ്മൾ ഓരോ കുട്ടികളും ചിന്തിക്കുക. നമുക്ക് ജന്മം തന്ന ഭൂമി കേരളമാണ്. ആ ജന്മഭൂമി നഷ്ടപ്പെട്ടാൽ എല്ലാം തകർന്നു. അതുകൊണ്ട് ഈ ജന്മഭൂമിയെ നാം ചേർത്ത്